ചൈന പാക് അച്ചുതണ്ട് ഭാവിയിൽ ഇന്ത്യക്ക് നേരെ തിരിഞ്ഞാൽ അതിനെ രാജ്യം എങ്ങനെ മറികടക്കും? നമസ്കാരം, ഞാൻ ജാസ്മിൻ. രണ്ട് ആണവായുധ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും ഒരേ സമയം യുദ്ധമുഖത്തെത്തിയാൽ ഇന്ത്യ എങ്ങനെ പ്രതികരിക്കും? പ്രതിരോധ വിദഗ്ധർക്കിടയിൽ വർഷങ്ങളായി ചർച്ചയിലുള്ള ഒരു ചോദ്യമാണിത്. ദേശീയ സുരക്ഷാ രംഗത്ത് ഇന്ത്യ നേരിടുന്ന ഏറ്റവും സങ്കീർണമായ വെല്ലുവിളികളിലൊന്നായാണ് ഈ സാധ്യത വിലയിരുത്തപ്പെടുന്നത്. സൈനിക ഭാഷയിൽ ഇതിനെ ടു ഫ്രണ്ട് വാർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം നാളെ തന്നെ ഉണ്ടായേക്കാമെന്നല്ല, എന്നാൽ അതിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനും ആകില്ല. കാരണം ഇന്ത്യയുടെ രണ്ടതിർത്തികളിലും നിലനിൽക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ പരസ്പരം ബന്ധമില്ലാത്തവയല്ല. ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള തന്ത്രപരവും സൈനികവുമായ സഹകരണം ഓരോ വർഷവും ശക്തിപ്പെടുകയാണ്. ഇന്ത്യയുമായി അതിർത്തി തർക്കമുള്ള അരുണാചൽ പ്രദേശ്, ലഡാക്ക്, ദോക്ലാം തുടങ്ങിയ മേഖലകളിൽ സമ്മർദ്ദം സൃഷ്ടിക്കേണ്ട സാഹചര്യമുണ്ടായാൽ പടിഞ്ഞാറൻ അതിർത്തിയിൽ പാകിസ്ഥാനെ സജീവമാക്കുക എന്നത് ചൈനയ്ക്ക് ഏറ്റവും ഫലപ്രദമായ തന്ത്രമാകും. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്ക് ഒരേ സമയം രണ്ട് യുദ്ധമുഖങ്ങളിൽ സൈനിക ശക്തി വിഭജിക്കേണ്ടി വരും. അതാണ് ചൈനയുടെ ഏറ്റവും വലിയ തന്ത്രപരമായ നേട്ടം. സാമ്പത്തികം മുതൽ പ്രതിരോധം വരെ എല്ലാ മേഖലകളിലും ചൈനയും പാകിസ്ഥാനും ഇന്ന് പരസ്പരം ആശ്രയിക്കുന്ന രാജ്യങ്ങളാണ്. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി, ഗ്വാദർ തുറമുഖ വികസനം, പ്രതിരോധ കരാറുകൾ, ആയുധ വിതരണം എന്നിവ ഈ ബന്ധത്തെ സാധാരണ നയതന്ത്ര സഹകരണത്തിനപ്പുറം എത്തിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് ചൈനയ്ക്ക് പാകിസ്ഥാനെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാനാണ് ചൈനയെ ആശ്രയിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയും അന്താരാഷ്ട്ര സമ്മർദ്ദവും നേരിടുന്ന ഇസ്ലാമാബാദിന് ബെയ്ജിങ്ങിന്റെ പിന്തുണ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ തന്ത്രപരമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ പാകിസ്ഥാൻ അവരിലേക്ക് കൂടുതൽ ചായുന്നതിനുള്ള സാധ്യതയും പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പരിമിത സംഘർഷം ദീർഘകാലം നീണ്ടു നിന്നാൽ അതിനെ മുതലെടുത്ത് ചൈന അതിർത്തിയിൽ പുതിയ സമ്മർദ്ദം സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ്. അതും തള്ളിക്കളയാനാവില്ല. രണ്ട് രാജ്യങ്ങളുടെ സംയുക്ത സമ്മർദ്ദത്തെ ഒരേ സമയം ഫലപ്രദമായി നേരിടാൻ ഒരു സൈനിക ശക്തിയെ കൊണ്ട് മാത്രം സാധിക്കില്ല. അതിന് പ്രതിരോധ ഉൽപാദനം, ആയുധ സംഭരണം, സാമ്പത്തിക കരുത്ത്, നയതന്ത്ര പിന്തുണ, സാങ്കേതിക മികവ്, ആഭ്യന്തര വ്യവസായം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതായുണ്ട്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സൈനിക ശക്തിയാണ്. ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം അമേരിക്ക, റഷ്യ, ചൈന എന്നിവയ്ക്ക് പിന്നിലാണ് ഇന്ത്യയുടെ സ്ഥാനം. അതേസമയം പാകിസ്ഥാന്റെ സ്ഥാനം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പിന്നോട്ടു പോയിരിക്കുകയാണ്. ഇത് ദക്ഷിണേഷ്യയിൽ പരമ്പരാഗത യുദ്ധശേഷിയിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കം നൽകുന്ന ഘടകമാണ്. നിലവിൽ ഇന്ത്യൻ സായുധ സേനയ്ക്ക് 14 ലക്ഷത്തിലധികം സജീവ സൈനികരും ഏകദേശം 10 ലക്ഷം റിസർവ് സേനാംഗങ്ങളും 25 ലക്ഷത്തിലധികം അർദ്ധ സൈനിക വിഭാഗങ്ങളുമുണ്ട്. ഏതു വലിയ സൈനിക നീക്കത്തിനും ആവശ്യമായ മനുഷ്യവിഭവശേഷി ഇന്ത്യയുടെ പ്രധാന കരുത്തുകളിലൊന്നാണ്. ചൈനയും പാകിസ്ഥാനും തമ്മിൽ നിലവിൽ ഔദ്യോഗിക സൈനിക സഖ്യമില്ല. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ സഹകരണം ഒരു പരിധിയില്ലാത്ത പങ്കാളിത്തം എന്ന നിലയിലേക്ക് വളർന്നുവെന്നാണ് പ്രതിരോധ പഠനങ്ങൾ വിലയിരുത്തുന്നത്. ചൈന നൽകിയ J-10C യുദ്ധവിമാനങ്ങൾ, VT-4 പ്രധാന യുദ്ധ ടാങ്കുകൾ, PL-15 ദീർഘദൂര മിസൈലുകൾ തുടങ്ങിയവ പാകിസ്ഥാന്റെ ആക്രമണശേഷി ഗണ്യമായി ഉയർത്തിയിട്ടുണ്ട്. ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യ അടക്കമുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ കൈമാറുന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിട്ടുണ്ട്. സൈബർ യുദ്ധം, ഉപഗ്രഹ വിവര കൈമാറ്റം, ഇലക്ട്രോണിക് യുദ്ധം, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ എന്നിവയിലൂടെ ഇരു സേനകളും പരസ്പര ഏകോപനം കൂടുതൽ ശക്തമാക്കുകയാണ്. എന്നിരുന്നാലും പൂർണ്ണമായ സംയുക്ത കമാൻഡ് സംവിധാനമോ ഏകീകൃത യുദ്ധതന്ത്രമോ നിലവിലില്ല എന്നതും ചൈനയുടെ പരിമിതിയാണ്. അതേസമയം ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ സൈനിക ആധുനികവൽക്കരണം നടത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന. പ്രതിരോധ ബജറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യയെക്കാൾ 3 ഇരട്ടിയോളം ചെലവഴിക്കുന്ന ബെയ്ജിംഗ് കൃത്രിമ ബുദ്ധി അധിഷ്ഠിത യുദ്ധ സാങ്കേതിക വിദ്യ, സൈബർ യുദ്ധം, ബഹിരാകാശ നിരീക്ഷണം, ദീർഘദൂര മിസൈൽ സംവിധാനങ്ങൾ എന്നിവയിൽ വൻ നിക്ഷേപമാണ് നടത്തുന്നത്. ടിബറ്റൻ പീഠഭൂമിയിൽ നിർമ്മിച്ച വിമാനത്താവളങ്ങളും അതിവേഗ റെയിൽപാതകളും അതിർത്തിയിലേക്ക് സൈന്യത്തെ മണിക്കൂറുകൾക്കുള്ളിൽ എത്തിക്കാൻ ചൈനയ്ക്ക് സഹായകരമാണ്. അതിനാൽ ഒരു അതിർത്തി സംഘർഷം ഉണ്ടായാൽ ആദ്യഘട്ടത്തിൽ ചൈനയ്ക്ക് അതിവേഗത്തിൽ സൈനിക വിന്യാസം സാധ്യമാക്കാനാകും. ചൈനയ്ക്ക് ഇത്തരത്തിൽ സാങ്കേതിക മേൽക്കൈ ഉണ്ടെങ്കിലും ഹിമാലയൻ മലനിരകളിലെ യുദ്ധപരിചയത്തിൽ ഇന്ത്യക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ട്. സിയാച്ചിൻ മുതൽ ലഡാക്ക് വരെ പതിറ്റാണ്ടുകളായി ഉയർന്ന പ്രദേശങ്ങളിൽ സേവനമനുഷ്ഠിച്ച
ഇന്ത്യൻ സൈന്യത്തിന്റെ അനുഭവം ഏത് യുദ്ധ സാഹചര്യത്തിലും വലിയ കരുത്താണ്. അതിർത്തി അടിസ്ഥാന സൗകര്യ വികസനത്തിലും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യ വൻ മുന്നേറ്റമാണ് നടത്തിയത്. സെല ടണൽ, ഷിങ്കുല ടണൽ, ദർബുക് ഷോക് DBO റോഡ്, അരുണാചൽ ഫ്രണ്ടിയർ ഹൈവേ തുടങ്ങിയ പദ്ധതികൾ സൈനിക നീക്കങ്ങൾക്ക് വേഗത പകരാൻ സഹായകരമാണ്. ബ്രഹ്മപുത്രയ്ക്കടിയിലൂടെയുള്ള റെയിൽ റോഡ് തുരങ്കം, അതിർത്തി ഗ്രാമങ്ങളെ ശക്തിപ്പെടുത്തുന്ന വൈബ്രന്റ് വില്ലേജ് പദ്ധതി എന്നിവ കൂടി പൂർത്തിയാകുന്നതോടെ വടക്കൻ അതിർത്തിയിലെ ഇന്ത്യയുടെ പ്രതിരോധശേഷി കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിർത്തി അടിസ്ഥാന സൗകര്യ വികസനം, ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം, മിസൈൽ ഡ്രോൺ ശേഷി എന്നിവയിൽ ഇന്ത്യ അതിവേഗം മുന്നേറുന്നുണ്ടെങ്കിലും വ്യോമസേനയിലെ യുദ്ധവിമാനങ്ങളുടെ കുറവ്, നാവികസേനയുടെ അന്തർവാഹിനി ശേഷി, സംയോജിത കമാൻഡ് സംവിധാനങ്ങൾ എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് രാജ്യത്തെ സംബന്ധിച്ച് അനിവാര്യമാണ്. ഈ മേഖലകളിലെ പോരായ്മകൾ പരിഹരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഒരേ സമയം ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഏതു വെല്ലുവിളിയെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഇന്ത്യക്ക് കഴിയൂ. വാർത്തയുടെ നിറം തേടി തനിനിറം.